പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യമേ ഉള്ളൂ. സർക്കാർ ജോലി സ്വപ്നം കണ്ട അത് നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടന്ന് കയറണം. തുടക്കത്തിൽ ഞാൻ വന്ന സമയത്ത് 2018 ജനുവരിയിലാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഒരു ദിവസം വന്നു, അപ്പോൾ സാറിൻ്റെ വീടിൻ്റെ മുകളിലായിരുന്നു. അന്നും ഏകദേശം ഇതുപോലെ കുട്ടികൾ നിറഞ്ഞിരിക്കുന്നൊരു സെൻ്ററായിരുന്നു. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഒന്നും അറിഞ്ഞുകൂടാ. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ് ഞാൻ. PGക്ക് പോയില്ല, കിട്ടിയതാണ്. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ നേരത്തെ കല്യാണമെല്ലാം കഴിച്ച് വീട്ടുകാർ ബാധ്യതയൊക്കെ മാറ്റി വിട്ട ആളാണ്. എന്നിട്ട് പിന്നെ കല്യാണമെല്ലാം കഴിഞ്ഞ് മോളെല്ലാം ആയതിന് ശേഷം കുറേ ഗ്യാപ്പൊക്കെ വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും സർക്കാർ സർവീസിൽ കയറി. അപ്പം ഞാൻ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ അവരൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്കും വേണം ഒരു ഫാന്, കറങ്ങുന്ന കസേര എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഒരേ സമയത്ത് ഒരു 6ഓളം ടെസ്റ്റ് ഒരുമിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം തന്നെ കമ്പനി ബോർഡ് LGS ആണ്. ഫസ്റ്റ് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നത് കമ്പനി ബോർഡ് LGS ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. പക്ഷേ ഞാൻ പഠിക്കുമായിരുന്നു, വർക്ക് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഉഴപ്പിയ ഒരാളല്ല ഞാൻ. എല്ലാ കാര്യവും ഫാമിലിയുടെ കാര്യം നോക്കും. രാവിലെ ഇവിടെ വരുമ്പോൾ തന്നെ അറിയാം, ലാസ്റ്റ് ബസ് എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. സ്കൂട്ടി ഉണ്ട്, പക്ഷെ ലാസ്റ്റായിട്ട് എത്തുന്ന ആൾ ഞാനാണ്. മിക്കവാറും ഇവിടെ പരീക്ഷ എഴുതാൻ ഭയങ്കരമായിട്ട് ഉഴപ്പ് കാണിക്കുന്ന, ഉഴപ്പല്ല, അതിൻ്റെ സാഹചര്യം കൊണ്ടാണ്. പക്ഷെ സാറ് തന്നെ എന്നെ പലപ്പോഴും പുറത്ത് നിർത്തിച്ചൊരു 10 ക്വസ്റ്റ്യനെങ്കിലും അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് എന്നെ ഇവിടെ കയറ്റി വിടുകയുള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഡെയിലി വരുന്ന 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓരോ പോർഷനും നിങ്ങളത് കവർ ചെയ്യണം. അത് ചിലപ്പോൾ ഇവിടെ വന്ന് എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ടോപ്പിക്ക് നിങ്ങൾ വീട്ടിലിരുന്ന് നല്ലോണം വായിക്കണം. ഓരോ ദിവസവും തരുന്നത് വ്യത്യസ്തമാണ്. ഇന്ന് സിവിക്സിൻ്റെ സാർ ആ സബ്ജക്റ്റ് 100 മാർക്കാണെങ്കിൽ നാളെ ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എവിടേക്കോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ വിചാരിക്കും, പണ്ട് ഇവിടെ ഒരു അപർണ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ഇപ്പോൾ പുള്ളിക്കാരി CPO ആണ്. ആ കുട്ടിയാണ് ഇവിടെ ആദ്യമായിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് വായിക്കാൻ നിൽക്കുന്നത്. ഓരോന്നും നമുക്കിങ്ങനെ മെമ്മറിയിൽ വരും. ആ കുട്ടി ഇങ്ങനെ വായിച്ച് പറയുന്നത് നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ വരുമ്പോൾ അയ്യോ ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. പിന്നെ വീട്ടിൽ പോയിട്ട് ആ പോർഷൻ എടുത്ത് കവർ ചെയ്ത്, ഞാൻ സാധാരണ ഇവിടെ പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും ഞാൻ വീട്ടിൽ പോയിട്ട് ആ പോർഷൻസ് കണ്ടുപിടിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് വരെ റാങ്ക് ഫയൽ എന്നൊരു സാധനം, അത് ആരെയും എനിക്ക് അങ്ങനെ കുറച്ച് പറയുന്നതല്ല, എനിക്ക് റാങ്ക് ഫയൽ താല്പര്യമില്ല. കാരണം എനിക്കിങ്ങനെ നിറഞ്ഞിരിക്കുന്ന ബുക്ക് കാണുമ്പോൾ എനിക്ക് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഇന്ന് വരെ 2018 സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഈ ആഴ്ചത്തെ വരെ തൊഴിൽ വീതി എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ അത്രയും കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇന്നും ഞാൻ പഠിത്തം നിർത്തിയിട്ടില്ല. രാവിലെ വരുമ്പോഴും ഞാൻ 12th ലെവലിൻ്റെ ഒരു 10-20ഓളം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് വന്നത്. കാരണം ഇപ്പോഴും ഞാൻ പഠിത്തം നിർത്തിയിട്ടില്ല. കാരണം ഈ BFO എന്ന് പറയുന്ന തസ്തിക ഒട്ടും കുറവല്ല, +2 ലെവലിലാണ്. പക്ഷെ ഞാനത് ഫോക്കസ് ചെയ്യാത്ത ആളാണ്. എനിക്ക് കിട്ടുന്നതൊക്കെ യൂണിഫോം പോസ്റ്റ് ആയിരിക്കും. ആദ്യം പ്രിസൺ ഓഫീസർ ഉണ്ടായിരുന്നു, പക്ഷെ കട്ട് ഓഫും ജസ്റ്റ് മാർക്ക് ആയതുകൊണ്ട് ഫിസിക്കൽ ക്വാളിഫൈ